PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻ വെച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 21, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. 4-മത്തെ പ്രസ്താവന സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത് ദുരന്തഫലം ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം നിലവിൽ വന്ന സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4 നിലവിൽ വന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. തിരുവനന്തപുരത്ത് വികാസ് ഭവനിലെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, സുരക്ഷായനം എന്ന് പറയും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന ആരൊക്കെയാണ്? ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി, കൺവീനർ റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, CEO എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും. പരമാവധി അംഗങ്ങൾ 10 കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ നിലവിലെ അംഗങ്ങൾ 7 കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് മന്ത്രി, അതായത് നിലവിലെ മുഖ്യമന്ത്രി ആരാണോ അതാണ് ചെയർമാനായിട്ട് വരുന്നത്. റവന്യൂ മന്ത്രി വൈസ് ചെയർമാൻ, കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി CEO, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം, പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ മേധാവി. കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് 2010 കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് 2010 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4 2 ഡേറ്റ് മാറിപ്പോകരുത്. ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെയും ചുമതല വഹിക്കുന്ന വകുപ്പ് ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, ദുരന്ത സമയത്ത് സൈന്യത്തിൻ്റെയും കേന്ദ്ര സേനകളുടെയും സേവനം ഏകോപിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാമേ. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളെല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഏറ്റെടുക്കേണ്ടത്. അതായത് വെള്ളപ്പൊക്കം, വരൾച്ച, തീരദേശ ശോഷണം, ഇടിയും മിന്നലും, ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഇവയെല്ലാം ഏറ്റെടുക്കേണ്ടത് ഏതാണ്? നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അതുപോലെ ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും, ഭൂകമ്പങ്ങൾ, ഡാമിൻ്റെ തകർച്ച, സുനാമി, അതുപോലെ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങൾ, അവയുടെ നിർമ്മാണം, സംസ്കരണം, ഗതാഗതം എന്നിവയിൽ അപകടകരമായ വസ്തുക്കളുടെ ചോർച്ച, ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ മുതലായവയുടെ നിർമ്മാണം, സംഭരണം, ഉപയോഗം, ഗതാഗതം എന്നിവ മൂലമുള്ള ദുരന്തങ്ങൾ, നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ, ജീവശാസ്ത്രപരമായ ദുരന്തങ്ങൾ, അതായത് പകർച്ചവ്യാധികൾ, കന്നുകാലി പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, കീടങ്ങളുടെ ആക്രമണം. ഇനി മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുണ്ട് അല്ലേ? കാട്ടുതീ, നഗരങ്ങളിൽ ഉണ്ടാക്കുന്ന തീ, ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന തീ, ഉത്സവവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, റോഡ്, റെയിൽ, വ്യോമ അപകടങ്ങൾ, ബോട്ട് അപകടം, എണ്ണച്ചോർച്ച, കെട്ടിടങ്ങളുടെ തകർച്ച, സീരിയൽ ബോംബ് സ്ഫോടനം, അനധികൃത മദ്യ ദുരന്തം, മയക്കുമരുന്ന് ദുരുപയോഗം, തൂങ്ങിമരണം, ടാങ്കർ ലോറി അപകടങ്ങൾ, മലിനീകരണം, കുടുംബ ആത്മഹത്യകൾ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ, വർഗീയ കലാപങ്ങൾ, ഭയത്തോടുകൂടി ഓടുന്നതും മൂലമുണ്ടാകുന്നതുമായിട്ടുള്ള അപകടങ്ങൾ. അപ്പോൾ ഇവയൊക്കെ ഇങ്ങനെ രീതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. 22-മത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ഇവിടെ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 1-മത്തെ പ്രസ്താവന ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു. 2-മത്തെ പ്രസ്താവന കൂട്ടുത്തരവാദിത്തവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ഇവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1-മത്തെ പ്രസ്താവന മാത്രമാണ്
കറക്റ്റായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ. ഇനി നമുക്ക് എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദമെന്നും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കിപ്പോവാമേ. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യശേഷിയും ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ശ്രേണീപരമായ സംഘാടനമാണ് ഒന്നാമത്തേത്. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് ഈ ശ്രേണീപരമായ സംഘാടനം. രണ്ടാമത്തേത് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചയ പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. മൂന്നാമത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണ്. വിദ്യാഭ്യാസം യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയ നിഷ്പക്ഷത. അതായത് ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് പറയും. അടുത്തത് വൈദഗ്ധ്യമാണ്. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിൽ വൈദഗ്ധ്യമുള്ളതായിരിക്കും. ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്നറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. അതുപോലെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ 23. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽപ്പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, പ്രസ് റിലീസുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നേ. ഇനി വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും അത് പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, കുറിപ്പെടുക്കുക, ഇതൊക്കെ അവകാശമുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങളാണ്. കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ച് വച്ചിട്ടുള്ള വിവരങ്ങൾ പ്രിൻ്റ് ഔട്ടുകൾ, കോപ്പികൾ, ഫോട്ടോ കോപ്പികൾ, ഡിസ്കുകൾ, ടോപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയായിട്ട് പകർത്തിയെടുക്കാൻ പറ്റും. പ്രവർത്തനങ്ങളെ പരിശോധിക്കാനൊക്കെ പറ്റും. ഇനി വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാമേ. സെക്ഷൻ 8 പ്രകാരം താഴെ പറയുന്ന വിവരങ്ങൾ ഒരു പൗരനും നൽകാൻ പാടില്ല. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായിട്ടുള്ള വിവരങ്ങൾ. അതുപോലെ ഏതെങ്കിലും നിയമ കോടതിയോ ട്രൈബ്യൂണലോ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചപ്പെടുത്തലുകൾ കോടതിയെ അലക്ഷ്യതമായി തീരുന്നതോ ആയ വിവരങ്ങൾ. മൂന്നാമത്തേത് പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ. നാലാമത്തേത് ഒരാൾക്ക് വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ലഭിച്ചതും പൊതു താൽപ്പര്യമില്ലാത്തതുമായ വിവരങ്ങൾ. അഞ്ചാമത്തേത് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ. 6 ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ. 7 നിയമം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായി സഹായം നൽകിയിട്ടുള്ള വിവരങ്ങൾ. 8 അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. 9 മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകൾ. 10 വ്യക്തിഗത വിവരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ വെളിപ്പെടുത്തൽ പൊതു താൽപ്പര്യവുമായോ പൊതുപ്രവർത്തനമായോ ബന്ധമില്ലാത്തതും അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ. ഇത്രയും വിവരങ്ങളാണ് വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. അടുത്തത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്
എന്ന ടെക്നിക്കൽ വിങ് ഉൾപ്പെടുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ആസാം റൈഫിൾസ്, സശസ്ത്ര സീമാബൽ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻ്റലിജൻസ് ഗ്രേഡ്, സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ്. അപ്പോൾ ഇത്രയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കേന്ദ്രത്തിലെ കാര്യങ്ങൾ പഠിച്ചു. ഇനി കേരള സർക്കാരിൻ്റെ കീഴിൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ ബ്രാഞ്ച് CID, ക്രൈം ബ്രാഞ്ച് CID, ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട് ആൻഡ് സിറ്റീസ്, ഡിസ്ട്രിക്ട്സ് ആൻഡ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോസ്, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, Confidential branch in the police headquarters, Kerala and confidential sections in all police offices in Kerala, state and regional forensic laboratories, state and districts fingerprint bureaus. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്തത് വനവൽക്കരണമാണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ C, വനവൽക്കരണം. എന്താണ് ഈ ഹരിത കേരള മിഷൻ? കൃഷി, ജലസംരക്ഷണം, ശുചിത്വം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8 മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയൻ, ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ TN സീമ, ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. ഹരിത കേരളം മിഷൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ശുചിത്വവും ജലസമൃദ്ധിയും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇനി ഹരിത കേരളം മിഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ഭൂമിയും മണ്ണും ജലവും വായുവും മലിനമാക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ജലസ്രോതസ്സുകളിൽ ജലസാന്നിധ്യം ഉറപ്പാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി നിർവഹിക്കുന്നതിനുമായി സമൂഹത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പ്രാപ്തരാക്കുക. രണ്ടാമത്തത്, പാരിസ്ഥിതിക സുരക്ഷയും ഉൽപാദനക്ഷമതയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാങ്കേതിക പദ്ധതികൾ രൂപീകരിക്കുന്നതിന് പ്രേരക ശക്തിയായി പ്രവർത്തിക്കുക. മൂന്നാമത്തത്, ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ജനപങ്കാളിത്തത്തോടെ ശാസ്ത്രീയ മാലിന്യങ്ങൾ സംസ്കരണം ഉറപ്പാക്കുക. നാലാമത്തത്, മഴവെള്ള സംഭരണം വ്യാപകമാക്കുക, ഭൂഗർഭ ജല സംരക്ഷണം ഉറപ്പാക്കുക. അഞ്ചാമത്തത്, ഫലവൃക്ഷങ്ങൾ, വിവിധോദ്ദേശ്യ മരങ്ങൾ, ഔഷധസസ്യങ്ങൾ എന്നിവ വ്യാപകമായി വച്ചുപിടിപ്പിക്കുക. ഇനി ഹരിത കേരള മിഷൻ്റെ ഉപദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം. ഹരിത കേരളവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. പ്രാദേശിക സർക്കാരുകളുടെ ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ഹരിത കേരള മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് മാലിന്യത്തിൽ നിന്നുള്ള മുക്തി. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ഹരിത മിഷൻ്റെ വനവത്കരണ പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഭക്ഷ്യഭദ്രതയ്ക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള തരിശുഭൂമിയിൽ കൃഷി ചെയ്യുവാനായി ഹരിത കേരള മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ദേവഹരിതം. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തന പുരോഗതി രേഖപ്പെടുത്താനും വിലയിരുത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതദൃഷ്ടി. ഹരിത കേരള മിഷൻ്റെ 3 ഉപനിഷുകളെ സംബന്ധിച്ച് ഫീൽഡ് തലത്തിലും ജില്ലാതലത്തിലുമുള്ള ഉദ്യോഗസ്ഥർ ജിയോ ടാഗ് ചെയ്ത് വിവരങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. വരൾച്ചയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും ഹരിത കേരള മിഷനും സംയുക്തമായി സംസ്ഥാനത്തെ മുഴുവൻ അയൽക്കൂട്ടങ്ങളിലും സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ജലമാണ് ജീവൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ കരളാണ് ആൻസർ. കരളിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കിപ്പോകാം. ശരീരത്തിൻ്റെ രാസപരീക്ഷണശാലയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസം. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം അമോണിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തു യൂറിയ. രക്തത്തിൽ കലരുന്ന വിഷപദാർത്ഥങ്ങൾ ആൽക്കഹോൾ തുടങ്ങിയവ വിഘടിപ്പിക്കുന്നതും നിർവീര്യമാക്കപ്പെടുന്നതും കരളിൽ വച്ചാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ് ബിലിവിർഡിൻ ആൻഡ് ബിലിറൂബിൻ. അടുത്തത് ആഗ്നേയ ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥിയെയും ബഹിർസ്രാവി ഗ്രന്ഥിയെയും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ആഗ്നേയ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രസം ആഗ്നേയരസം. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആർദ്രരസവുമായി കലരുന്നു. ആമാശയ രസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാമേ. ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. പെപ്സിൻ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. അതിനെയാണ് പെപ്സിൻ എൻസൈം എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നതാണ് ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളെ. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എത്രയാണ്? 1 മുതൽ 3 വരെയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആവരണകലയിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റും കൂടി ചേർന്നാണ്. എന്താണ് ഈ ശ്ലേഷ്മം? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ശ്ലേഷ്മമാണ്. ആമാശയത്തിൻ്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത് ആസിഡിനെ ചെറുക്കുന്നത് ശ്ലേഷ്മം. ആസിഡിനെ നിർവീര്യമാക്കുന്നത് ഹൈ ക്ഷാരമായ ബൈകാർബണേറ്റ് ആണ്. ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാക്കുകയും അസിഡിറ്റി ഒരു ആരോഗ്യ പ്രശ്നമാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആമാശയ വ്രണം. അടുത്ത ഉമിനീർ ഗ്രന്ഥി എന്നാണ് നോക്കാം. വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാണ്? 3 ജോഡിയാണ്. ഉമിനീരിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സലൈവറി അമിലോസ്, ലൈസോസൈം, ശ്ലേഷ്മം. ഇനി ഉമിനീരിലെ ഘടകങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്ലേഷ്മം ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നു. ലൈസോസൈം ഭക്ഷണത്തോടൊപ്പം വായിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നു. സലൈവറി അമിലോസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാര ആക്കി മാറ്റുന്നു. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ടെറ്റനി ആണ് ആൻസറായിട്ട് വരുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml. പാരാതെർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ ടെറ്റനി. ടെറ്റനി ബാധിക്കുന്നത് പേശികളെയാണ്. അടുത്തത് ഡിഫ്തീരിയ എന്താണെന്ന് നോക്കാമേ. തൊണ്ടമുള്ളെന്നും പറയും അതിന്. രോഗകാരി ആരാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് രോഗകാരി. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിലുണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഡിഫ്തീരിയയ്ക്ക് എതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗമാണ് വാക്സിൻ. അടുത്തത് ക്ഷയരോഗം എന്താണെന്ന് നോക്കാമേ. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. രോഗകാരി ട്യൂബർക്കിൾസ് ബാസിലസ് എന്ന് പറയും, അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നും പറയും. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. അടുത്തത് ടെറ്റനസ്. രോഗകാരി
ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്നതാണ് രോഗകാരി. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരു ഡിസീസാണ് ടെറ്റനസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി. പകർച്ച രീതി എങ്ങനെയാണ്? എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളാൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് രോഗങ്ങളും അവ പരത്തുന്ന രോഗകാരികളും ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പോകാമേ. കോളറ പരത്തുന്ന രോഗകാരി വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു രോഗകാരിയാണ് കോളറ പരത്തുന്നത്. പ്ലേഗ് യെഴ്സീനിയ പെസ്റ്റിസ്. കുഷ്ഠം മൈക്രോബാക്ടീരിയം ലപ്രെ. ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി. ക്വസ്റ്റ്യൻ 28, എംഫിസിമ എന്ന രോഗത്തിന് കാരണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പുകവലിയാണ് എംഫിസിമ എന്ന രോഗത്തിന് കാരണം. ഇനി പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ശ്വാസകോശാർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്, പക്ഷാഘാതം, ശ്വാസകോശാർബുദം എന്നിവയൊക്കെയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നു. അടുത്തത് എംഫിസിമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തിക നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. അടുത്ത ബ്രോങ്കൈറ്റിസ് ആണ്. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാകുന്നതിനും കാരണമാകുന്നു. അടുത്ത പക്ഷാഘാതം. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വിള്ളൽ രക്തപ്രവാഹം തടയുന്നു. മസ്തിഷ്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ആ ഭാഗം പ്രവർത്തനരഹിതമാകുകയും ചെയ്യുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാകുന്നു. തൽഫലമായി തകരാറിലായ മസ്തിഷ്ക ഭാഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരഭാഗത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. സ്ട്രോക്ക് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മസ്തിഷ്കാഘാതവും സെറിബ്രോ വാസ്കുലാർ ആക്സിഡൻ്റ് എന്നും പറയും. സ്ട്രോക്ക് പ്രധാനമായും 2 കാരണത്താലാണ് സംഭവിക്കുന്നത്. രക്തക്കുഴലുകൾ പൊട്ടുന്നത് വഴിയും രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് വഴിയും. അടുത്തൊരു ഓപ്ഷൻ ഫാറ്റി ലിവർ. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അമിതമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അമിതവണ്ണവും ടൈപ്പ് 2 പ്രമേഹവും ഫാറ്റി ലിവറിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അടുത്തത് മദ്യപാനം. മദ്യം ബാധിക്കുന്ന ശരീരത്തിലെ പ്രധാന അവയവം ഏതാണ്? കരൾ. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. രക്തത്തിൽ കലരുന്ന വിഷപദാർത്ഥങ്ങൾ, ആൽക്കഹോൾ തുടങ്ങിയവ വിഘടിക്കുന്നതും നിർവീര്യമാക്കപ്പെടുന്നതും കരളിൽ വച്ചാണ്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം? ഓപ്ഷൻ എ ആണ് ആൻസർ. ന്യൂഡൽഹി. 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗ് നടന്നത് 2021. 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് നടന്നത് 2023 ന്യൂഡൽഹിയിൽ. ഇന്ത്യക്ക് വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിനെ പ്രതിനിധീകരിച്ചു. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഷോർട്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം നമ്മൾ F എന്നും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്രയാണ് തന്നിട്ടുണ്ട്? 30 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. R = 30 എന്ന് കിട്ടി. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വക്രത ആരം നമുക്ക് 30 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം എപ്പോഴും 30ൻ്റെ പകുതിയായിരിക്കും അല്ലേ? വക്രത ആരത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.